Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഇവിടെ ഒരു സ്പെഷ്യൽ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാബേജ് ദോശ. അതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം വേണ്ടത് ഒരു ഗ്ലാസ് പച്ചരിയാണ്. ഇത് ഞാനൊരു 7 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു അര ഗ്ലാസ് തേങ്ങ, ഒരു 4 വറ്റൽമുളക് കൂടി ഉണ്ട്. നല്ല അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് ഒരു 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് ക്യാബേജും ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിയും തേങ്ങയും വറ്റൽമുളകും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ സാധാരണ ദോശക്കൊക്കെ അരക്കണ പോലെ അത്ര ഫൈനായിട്ട് അരക്കണം എന്നില്ല. വലിയ ജാറൊക്കെ ആണെങ്കിൽ എല്ലാം ഒരുമിച്ച് ഇട്ട് അടിക്കാൻ പറ്റും. മുളക് ഞാൻ കീറി ഇടുന്നുണ്ട്. എരിവ് കുറഞ്ഞു പോയാലും നമുക്ക് ദോശ ഇട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് മുളക് പൊടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അന്നേരം ഇതിലേക്ക് വെള്ളം കൂടെ ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. നമുക്ക് ദോശയ്ക്ക് അത്യാവശ്യം ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്ര ലൂസായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ കേട്ടോ. ബാക്കി ഇതൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് മാവിലിടുമ്പോൾ കുറച്ച് നമുക്ക് ക്യാബേജും ഒനിയനും കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളൂ. അപ്പോൾ അതിനും കൂടി കണക്കാക്കി കുറച്ച് അധികം ഇട്ടോളൂ. പിന്നെ വേണ്ടത് കുറച്ച് കായപ്പൊടിയാണ്. ഏകദേശം ഇത്രയും കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മാവിലേക്ക് നമുക്ക് ക്യാബേജും അരിഞ്ഞു വെച്ച സവാളയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മാവ് നല്ല തിക്കായിട്ടുണ്ട്. ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. മാവ് നല്ല ലൂസായിട്ട് ഇരുന്നാലേ നമുക്കത് ചട്ടിയിൽ പരന്ന് കിട്ടുമല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ കട്ട പിടിച്ച് കിടക്കും. ഒന്ന് പരന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ മാവ് നല്ലപോലെ ലൂസായിട്ടുണ്ടാകണം. പാൻ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തവി നല്ലോണം ഇളക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതിൻ്റെ ലൂസായിട്ടുള്ള ഇതാണ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സാധാരണ ദോശ പോലെ നല്ല റൗണ്ടിലൊന്നും അത് വരില്ല. നമ്മൾ പതുക്കെ തവി കൊണ്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കുറച്ച് എണ്ണ അതിന് മേലെ തൂവി കൊടുക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരുന്നത്. ശേഷം ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അതിൻ്റെ ആവിയിലൊന്ന് നന്നായിട്ട് വെന്താലാണ് നല്ല സോഫ്റ്റായിട്ട് ദോശ കിട്ടുള്ളൂ. നമുക്ക് ഒന്ന് മറിച്ചിടണം. മറിച്ചിട്ടിട്ടും ക്ലോസ് ചെയ്ത് വെച്ച് തന്നെ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒന്നും കൂടി ഞാനിത് ക്ലോസ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മുടെ ദോശ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. നമുക്കതിനെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ക്യാബേജ് ദോശ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.
ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ദോശയുടെ ഒക്കെ കൂടെ ചട്നിയോ സാമ്പാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് വേണം കഴിക്കാനായിട്ട്. ഇതിലിപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ആവശ്യമില്ല, ഇത് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.